T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഫസ്റ്റ് ചോയ്സ് ഓപ്പണറായി ശക്തമായ തിരിച്ചുവരവിനൊരുങ്ങുകയാണ് സഞ്ജു സാംസൺ. ലോകകപ്പിന് മുമ്പ് ന്യൂസിലാൻഡിനെതിരെ 5 മത്സരങ്ങളടങ്ങിയ T20 പരമ്പരയും ഇതേ ടീം കളിക്കുന്നുണ്ട്. ഓസ്ട്രേലിയൻ പര്യടനത്തിലെ അവസാന മത്സരങ്ങൾ മുതൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 4ാം T20 മത്സരം വരെ ബെഞ്ചിലായിരുന്നു സഞ്ജുവിന്റെ സ്ഥാനം. ഒടുവിൽ ശുഭ്മാൻ ഗില്ലിന് പരിക്കേറ്റതോടെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന അവസാന T20യിൽ സഞ്ജു പ്ലേയിങ് 11-ൽ തിരിച്ചെത്തി. അപ്രതീക്ഷിതമായി ശുഭ്മാൻ ഗില്ല് T20 ലോകകപ്പ് ടീമിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. ന്യൂസിലാൻഡിനെതിരെ നടക്കാനിരിക്കുന്ന T20 പരമ്പരയിൽ സഞ്ജു മികച്ച പ്രകടനം നടത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഈ സാഹചര്യത്തിൽ കിവികൾക്കെതിരെ മുമ്പ് സഞ്ജുവിന്റെ പ്രകടനം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. 2020 ജനുവരിയിൽ ഇന്ത്യ ന്യൂസിലാൻഡ് പര്യടനം നടത്തുന്നു. ശിഖർ ധവാന് പരിക്കേറ്റതോടെയാണ് സഞ്ജു ടീമിലെത്തിയത്. 5 T20 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ 3 മത്സരങ്ങളിലും KL രാഹുലും രോഹിത് ശർമ്മയും ചേർന്ന് ഇന്ത്യക്കായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തു. ഒടുവിൽ 4ാം T20 മത്സരത്തിൽ രോഹിത് ശർമ്മക്ക് വിശ്രമം അനുവദിച്ച ഇന്ത്യ സഞ്ജുവിനെ ഓപ്പണറായി കളിപ്പിച്ചു. സഞ്ജു ആദ്യമായി ഇന്ത്യൻ ജേഴ്സിയിൽ ഓപ്പണിംഗിന് ഇറങ്ങിയത് ഈ മത്സരത്തിലായിരുന്നു. എന്നാൽ കാര്യമായൊന്നും ചെയ്യാൻ മലയാളി താരത്തിന് സാധിച്ചില്ല. 2 ഇന്നിംഗ്സുകളിൽ നിന്നായി ആകെ നേടിയത് 10 റൺസ് മാത്രമാണ്. വെല്ലിംഗ്ടണിൽ നടന്ന 4ാം T20യിൽ ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു 5 പന്തിൽ 8 റൺസ് എടുത്ത് പുറത്തായി. ഒരു അനാവശ്യ ഷോട്ടിന് ശ്രമിച്ചാണ് സഞ്ജു ഔട്ടായത്. നേരിട്ട 3ാം പന്തിൽ തന്നെ കിവി ബോളർ സ്കോട്ട് കുഗ്ലെനെതിരെ സഞ്ജു പടുകൂറ്റൻ 6 നേടി. അതേ ഓവറിൽ വീണ്ടും കൂറ്റിനടിക്കുള്ള ശ്രമം നടത്തിയാണ് സഞ്ജു പുറത്തായത്. പരമ്പരയിലെ അവസാന T20യിലും സഞ്ജു നിരാശപ്പെടുത്തി. 5 പന്തുകൾ നേരിട്ട് 2 റൺസ് മാത്രമെടുത്താണ് സഞ്ജു ഔട്ടായത്. രോഹിത് ശർമ്മ ടീമിൽ തിരിച്ചെത്തിയെങ്കിലും സഞ്ജുവിനെ തന്നെ ഇന്ത്യ ഓപ്പണറായി കളിപ്പിക്കുകയായിരുന്നു. സ്കോട്ട് കുഗ്ലെൻ തന്നെയാണ് വീണ്ടും സഞ്ജുവിനെ വീഴ്ത്തിയത്. ചുരുക്കത്തിൽ ന്യൂസിലാൻഡിനെതിരെ 2 മത്സരങ്ങളാണ് സഞ്ജു ഇതുവരെ കളിച്ചിട്ടുള്ളത്. ഈ 2 മത്സരങ്ങളും എവേ മത്സരങ്ങളായിരുന്നു. മാത്രമല്ല സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും മികച്ച സമയത്തായിരുന്നില്ല ഈ മത്സരങ്ങൾ നടന്നതും. ന്യൂസിലാൻഡിലെ നിരാശയ്ക്ക് ശേഷം ഡിസംബറിൽ ഓസ്ട്രേലിയക്കെതിരെ സഞ്ജു 3 T20 മത്സരങ്ങൾ കളിച്ചു. സത്യം പറഞ്ഞാൽ പഴയ കഥ തന്നെ ആവർത്തിച്ചു. ആ വർഷം 5 ഇന്നിംഗ്സുകളിലായി സഞ്ജുവിന്റെ ശരാശരി 10.67 മാത്രമായിരുന്നു. 2024-25 സീസണിലാണ് സഞ്ജു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തന്റെ യഥാർത്ഥ മികവിലേക്ക് എത്തിയത്. ബംഗ്ലാദേശിനെതിരെ 47 പന്തിൽ 111 റൺസ്. ഒരു ഇന്ത്യൻ കീപ്പർ ബംഗ്ലാദേശിനെതിരെ നേടുന്ന ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി. കൂടാതെ ബംഗ്ലാദേശിനെതിരെ ഒരു ഇന്ത്യൻ ബാറ്റർ T20യിൽ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറും ഇത് തന്നെ. ആ മത്സരത്തിൽ സഞ്ജു അക്ഷരാർത്ഥത്തിൽ ആറാടുകയായിരുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 4 T20 മത്സരങ്ങളിൽ നിന്ന് 72 ശരാശരിയിൽ 216 റൺസ്. ഇതൊരു എലൈറ്റ് ലെവൽ പ്രകടനം തന്നെയായിരുന്നു. ബാക്ക് ടു ബാക്ക് സെഞ്ചുറികൾ അടിച്ച് സഞ്ജു ക്രിക്കറ്റ് ആരാധകരെ ആവേശത്തിലാക്കി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആദ്യ T20യിൽ 107 റൺസും അവസാന T20യിൽ 109 റൺസും സഞ്ജു നേടി. ഈ പ്രകടനത്തോടെ ഇന്ത്യൻ T20 ടീമിലെ സ്ഥിരം ഓപ്പണർ സ്ഥാനവും സഞ്ജു നേടിയെടുത്തു. പിന്നീട് ഏഷ്യ കപ്പ് മുതൽ സഞ്ജുവിന് നഷ്ടമായ ഓപ്പണർ സ്ഥാനം ഇപ്പോൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ന്യൂസിലാൻഡിനെതിരെ തിളങ്ങാനായിട്ടില്ല എന്ന ചരിത്രം സഞ്ജുവിന് ഇവിടെ തിരുത്താനാകും. കിവികൾക്കെതിരെ T20 പരമ്പരയിൽ സഞ്ജു തകർത്ത് കളിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.